രണ്ട് കാര്യം ലോകത്ത് ജീവിക്കാൻ ആവശ്യം. സത്യൻ്റെ നിങ്ങളുടെ മുഖം പറങ്ങു വല്ലിക്കുന്നത് ആരുടെ മുഖത്ത് നോക്കി പറയും. ഒരു രാജ്യത്തിലെ രാജാവ് സമ്മാനം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പം ചിന്തിച്ചു, ഇന്ന് രാജാവിൻ്റെ അടുത്ത് നമുക്ക് പോവാം, എന്തെങ്കിലും എനിക്ക് കിട്ടുമല്ലോ. ശരീരത്തിന് അസുഖമുള്ള ഞാനാണ്, എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയില്ല. കുറേ നടന്നാലേ കൊട്ടാരത്തിൽ എത്തുള്ളൂ. 2 ദിവസം എടുക്കും ഇവിടെ എത്താൻ. ഇത് നടക്കാൻ തുടങ്ങി. നടന്ന് തളർന്നിങ്ങനെ കിടക്കുമ്പോൾ ഒരു ചെറിയ അരുവി തടാകം പോലെയുള്ള സ്ഥലമുണ്ട്. അപ്പോൾ തളർന്ന് ചെന്നിട്ട് അവിടുന്ന് കുറച്ച് വെള്ളം കോരി കുടിച്ചപ്പോൾ നല്ല മധുരം, ഇങ്ങനെ നിറയെ കുടിച്ചു. അപ്പോൾ ഈ യാചകൻ ചിന്തിച്ചു, എല്ലാവരും രാജാവിനെ കാണാൻ പോകുമ്പോൾ ഇതിലൊരു സമ്മാനം കൊണ്ടുപോകും കാണിക്ക് വയ്ക്കാൻ, എനിക്കൊന്നും അവിടത്തേക്ക് കൊടുക്കാനില്ലല്ലോ. ഈ വെള്ളം നല്ല മധുരം, ഇതുകൊണ്ട് രാജാവിന് കൊടുക്കാം. ഗവറെടുത്ത് ഈ വെള്ളം ആശയ്ക്ക് കവർ നിറച്ച്, വേറെ പാത്രമൊന്നുമില്ല, നിറച്ചിട്ട് അതും കുടിച്ചുകൊണ്ട് ഈ വീണ്ടും നടന്ന് കൊട്ടാരത്തിലെത്തിയപ്പോൾ ഓരോരുത്തരും കൂടി വിലയുള്ള സാധനം കൊണ്ട് ക്യൂ നിൽക്കുകയാണ്. അവ കൊണ്ട് കൊടുക്കും. രാജാവ് തിരിച്ചതിൽ സമ്മാനം കൊടുക്കും. പല രീതിയിലുള്ള സ്വർണം കൊടുക്കും, പല രീതി കൊടുക്കും. അപ്പോൾ ഇദ്ദേഹത്തെ അടിക്കുന്നതിനെ ഈ രാജാവ് വിളിപ്പിച്ചു. ചെന്നപ്പോൾ തന്നെ ഈ യാചകൻ ഈ വെള്ളം കൊടുത്ത് സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട്, രാജാവേ നല്ല മധുരമുള്ള നല്ല മധുരമുള്ള വെള്ളം ഉണ്ടാക്കാൻ. രാജാവ് ഇത് വാങ്ങിച്ച് ശകലം കുടിച്ച്, നല്ല മധുരം കുറച്ചുകൂടെ കുടിച്ച്. അപ്പോൾ രാജാവിൻ്റെ ചുറ്റും നിന്ന മന്ത്രികളെല്ലാം, ഇച്ചിരി തരൂ രാജാവ്, കുറച്ച് ഞങ്ങൾക്ക് തരും. എല്ലാം നിങ്ങൾക്ക് തരത്തില്ല. വീണ്ടും രാജാവ് കൊച്ചു തരത്തില്ല. എന്നിട്ട് സമ്മാനം കൊടുത്ത് വിട്ടു. അപ്പോൾ അത് സന്തോഷമായിട്ടങ്ങ് പോയി. അപ്പോൾ മന്ത്രിമാർക്ക് സംശയം, എന്തൊരു നല്ലത് കിട്ടിയാലും രാജാവ് മന്ത്രിമാർ കൊടുത്തിട്ടേ കഴിക്കുകയുള്ളൂ. മന്ത്രിമാരെല്ലാം കൂടി ചെന്ന്, രാജാ അത് മാത്രം ഞങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ യോജിച്ചിട്ട് ഞങ്ങൾക്ക് തന്നില്ല, അതെന്ത് തരാഞ്ഞത്? ഒരു സംശയം. അദ്ദേഹം വിശന്ന് തളർന്ന് നടന്ന് കുഴഞ്ഞു വന്നപ്പോഴാണ് ആ ചെറിയ അരുവിയുണ്ടത്. അപ്പോൾ ആ വെള്ളം കുടിച്ച് ഭയങ്കര മധുരമായിട്ടും നല്ലതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എനിക്ക് തരാൻ സമ്മാനമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ വെള്ളം എടുത്തുകൊണ്ട് വന്നത്. വെള്ളം വെറും അഴുക്ക് വെള്ളവും ചീത്ത വെള്ളമാണ്. പക്ഷെ അയാളുടെ മുമ്പിൽ വെച്ച് ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത്രയും നടന്ന് അലഞ്ഞ് കഷ്ടപ്പെട്ട് എന്തോന്ന് ഇതുപോലെ എനിക്ക് കൊണ്ട് തന്നത്, ഞാൻ കുടിച്ചു കഴിഞ്ഞ് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ എത്ര സമ്മാനം കൊടുത്താലും അതിൻ്റെ ഹൃദയത്തിൽ ആ വേദന കാണും. ഞാൻ രാജാവിനെ കൊണ്ട് ചീത്തവെള്ളം കുടിപ്പിച്ചല്ലോ എന്ന വേദന കാണും. അപ്പം സമ്മാനത്തിൽ സന്തോഷിക്കാൻ പറ്റത്തില്ല, തിരിച്ചു മുമ്പ് ദുഃഖമായിരിക്കും. അപ്പം അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് നല്ലതാണ് പറഞ്ഞു. അപ്പം ആ ചീത്തവെള്ളം നിങ്ങൾ കുടിച്ചാൽ ശരിയാകത്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരാഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരാതിരുന്നതും ഇത് നല്ല വെള്ളമെന്ന് പറഞ്ഞത്. 2 കാര്യം ലോകത്ത് ജീവിക്കാൻ ആവശ്യം. സത്യൻ്റെ അപ്പോൾ ചില കാര്യങ്ങൾ അപ്രിയം എന്ന് തോന്നുന്നത് ചിലത് പറയും. നിങ്ങളുടെ മുഖം പറങ്ങു വല്ലിക്കുന്നത് ആരുടെ മുഖത്ത് നോക്കി പറയും, അത് വിഷമിക്കുമല്ലോ. അതുപോലെ ചിലത് പറയേണ്ടാത്ത കാര്യമുണ്ടാകും. ചിലതൊക്കെ മക്കളുടെ കർമ്മവും ധർമ്മവും എല്ലാം പ്രേമത്തിൻ്റെ മധുരം നിറഞ്ഞതാവണം. ആ മധുരമാണ് കർമ്മത്തെ ഗുരുസേവയാക്കുന്നത്. ഭൗതിക വളർച്ച മാത്രം ഉണ്ടാകാൻ ചെയ്യുന്ന കർമ്മം വെറും ജോലിയാണ്. എന്നാൽ ഉള്ളിൽ പ്രേമം വളർന്ന് ആത്മീയ ഉയർച്ച കൈവരിക്കാൻ ചെയ്യുന്ന കർമ്മം ഗുരുസേവയാണ്. അത്തരം കർമ്മം ഗുരുപൂജയാണ്. അത് യഥാർത്ഥ ഭക്തിയാണ്.